വെൽക്കം ഓൾ. നമ്മുടെ ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ലിങ്ക് ലിസ്റ്റിൻ്റെ അടുത്ത പ്രോസസ്സുകൾ, ലിങ്ക് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത ഓപ്പറേഷൻസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞു. ഇനി ഇൻസേർഷൻ എന്നും ഡിലീഷൻ എന്നും പറയുന്ന ഓപ്പറേഷൻ കൂടി ലിങ്ക് ലിസ്റ്റിനകത്ത് പെർഫോം ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഇൻസേർഷനും ഡിലീഷനും ഓപ്പറേഷൻസ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എങ്ങനെയാണ് ഒരു ലിങ്ക് ലിസ്റ്റിനകത്ത് ഇൻസേർഷൻ ഓപ്പറേഷൻ നടത്തുന്നത് എന്നുള്ളത് നോക്കാം. Insertion of an item in a linked list is the process of placing the node containing the item in a particular position. അപ്പോൾ ഒരു ലിങ്ക് ലിസ്റ്റിനകത്ത് ഏതെങ്കിലും ഒരു പൊസിഷനിൽ, ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ ഒരു ഐറ്റം ഉൾപ്പെടുന്ന ഒരു നോഡ് ഇൻസേർട്ട് ചെയ്യുന്ന പ്രോസസ്സ് ആണ് ഇൻസേർഷൻ എന്ന് പറയുന്നത്. ആസ് ഇൻ ദ കേസ് ഓഫ് അറേസ്, എ നോഡ് ക്യാൻ ബി ഇൻസേർട്ടഡ് എനിവെയർ ഇൻ എ ലിങ്ക് ലിസ്റ്റ്. അപ്പോൾ അറയ്ക്കകത്ത് എവിടെ വേണമെങ്കിലും നമുക്കൊരു എലമെൻറ്റിനെ പ്ലേസ് ചെയ്യാം. അതേപോലെ ലിങ്ക് ലിസ്റ്റിനകത്തും എവിടെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഒരു എലമെൻറ്റിനെ പ്ലേസ് ചെയ്യാം. അത് ചിലപ്പോൾ ആദ്യമായിരിക്കും, ചിലപ്പോൾ അവസാനമായിരിക്കും, ചിലപ്പോൾ ബിറ്റ്വീൻ ടു നോഡ്സ് ആയിരിക്കും. അപ്പം 3 കേസസാണ് വരാൻ പറ്റുന്നത്. ഒന്നുകിൽ ലിങ്ക് ലിസ്റ്റിൻ്റെ ആദ്യം, അല്ലെങ്കിൽ അവസാനം, അല്ലെങ്കിൽ ഇവിടെ മധ്യത്തെ ഏതെങ്കിലും 2 നോഡിൻ്റെ ഇടയിൽ. Once a new node is created, it can be inserted at the beginning by copying the content of the start to the link part of the new node and the address of the new node into the start. അപ്പോൾ ബിഗിനിങ്ങിലാണെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? ബിഗിനിങ്ങിലാണെങ്കിൽ എളുപ്പമാണ്. സ്റ്റാർട്ടിലിരിക്കുന്ന അഡ്രസ്സ് എടുത്ത്, സ്റ്റാർട്ടിലിരിക്കുന്ന അഡ്രസ്സ് ഇപ്പോൾ ആദ്യത്തെ നോഡിൻ്റെയാണ്. ആ നോഡിന് മുമ്പാണ് നമ്മളെ നോഡ് വരേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യും? സ്റ്റാർട്ടിലിരിക്കുന്ന അഡ്രസ്സ് എടുത്ത് നമ്മുടെ നോഡിൻ്റെ ലിങ്കിലോട്ട് വയ്ക്കും. എന്നിട്ട് നമ്മുടെ നോഡിൻ്റെ അഡ്രസ്സ് എടുത്ത് സ്റ്റാർട്ടിലോട്ട് വയ്ക്കും. അപ്പോൾ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത നോഡ് ആദ്യത്തെ നോഡാവുമല്ലോ. ആദ്യത്തെ നോഡിൻ്റെ ലിങ്കിൽ ഇരുന്ന നോഡ് ഇതിൻ്റെ ലിങ്കിൽ നിന്ന് ലിങ്ക് ചെയ്ത് പോവുകയും ചെയ്യും. നമ്മൾ അൽഗോരിതം പഠിക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആവും. ഇനി ഇൻസേർട്ട് എ നോഡ് അറ്റ് ദ എൻഡാണെങ്കിൽ ഇപ്പം നമ്മൾ അവസാനത്തെ നോഡിലിരിക്കുന്നത് നള്ളായിരിക്കും അല്ലേ? ആ നൾ വാല്യൂ എടുത്ത് മാറ്റിയിട്ട് നമ്മുടെ നോഡിൻ്റെ അഡ്രസ്സ് എടുത്ത് അവിടോട്ട് വയ്ക്കും. എന്നിട്ടാ നമ്മുടെ നോഡിൽ നള്ളും വയ്ക്കും. അപ്പം അതും നമ്മുടെ നോഡ് അവസാനമായി മാറുമല്ലോ. അപ്പോൾ ഇത് രണ്ടും വളരെ സിമ്പിളാണ്. ഇതിൻ്റെ ഇടയിൽ ഇൻസേർട്ട് ചെയ്യുന്ന പ്രോസസ്സ് മാത്രമേ ഉള്ളൂ നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടത്. അപ്പം നമുക്ക് ഈ എല്ലാത്തിൻ്റെയും അൽഗോരിതം നോക്കണം. അപ്പോൾ ആദ്യം ഒരു നോഡും അവസാനം ഒരു നോഡും എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് വലിയ പ്രോബ്ലം ഉള്ളതല്ല. കാരണം ആദ്യം ഒരു നോഡ് ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ ആ നോഡിൻ്റെ ലിങ്കിലേക്ക് സ്റ്റാർട്ടിലിരിക്കുന്ന അഡ്രസ്സ് എടുത്ത് വയ്ക്കുക, സ്റ്റാർട്ടിലോട്ട് ഈ നോഡിൻ്റെ അഡ്രസ്സ് എടുത്ത് വയ്ക്കുക. അവസാനമാണ് ഇൻസേർട്ട് ചെയ്യുന്നതെങ്കിലോ, ഇപ്പോൾ ലിങ്ക് ലിസ്റ്റിൻ്റെ അവസാനം ഇരിക്കുന്ന നള്ളെന്ന് പറയുന്ന ആ പോയിന്റിലേക്ക് നമ്മുടെ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന നോഡിൻ്റെ ലിങ്ക് എടുത്ത് വയ്ക്കുക, നമ്മുടെ നോഡിലേക്ക് നള്ളെടുത്ത് വയ്ക്കുക. അപ്പം ഈ നോഡ് അവസാനമാവും. ഇത് രണ്ടും സിമ്പിളാണ്. പക്ഷേ ഇതിൻ്റെ ഇടയിലൊരു നോഡ് ഇൻസേർട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പം നമുക്കൊരു നോഡ് ഇൻസേർട്ട് ചെയ്യാൻ നോക്കാം. ഇവിടെ ഇപ്പോൾ ലിങ്ക്ഡ് ലിസ്റ്റ് ഹാവിങ് 3 നോഡ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കോ, ഓരോരോ പോയിൻ്റായിട്ട് ഞാൻ പറഞ്ഞത്. ആദ്യത്തെ നോഡ് അതിൻ്റെ 2000 സ്റ്റാർട്ടിലേക്ക് എടുത്ത് വച്ചിരിക്കുന്നത്. കണ്ടോ, അതിൻ്റെ ലിങ്ക് ചെയ്തിരിക്കുന്ന 2300, അതിൽ 34 എന്ന് പറയുന്ന ഡേറ്റ രണ്ടാമത്തെ നോഡ്. അത് 3000 ലിങ്ക് ചെയ്തിരിക്കുന്നു, അത് 17 എന്ന് പറയുന്ന ഡേറ്റ നള്ള്. അപ്പം 3 ഡേറ്റകളുള്ള അല്ലെങ്കിൽ 3 നോഡുകളുള്ള ഒരു ലിങ്ക് ലിസ്റ്റാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മൾ ഇതിലേക്കാണ് എന്ത് ചെയ്യാൻ പോകുന്നത്? ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആ 3 നോഡുള്ള ലിങ്ക്ഡ് ലിസ്റ്റിലേക്ക് ഒരു പുതിയ നോഡ് കൂടെ ചേർക്കാൻ പോവുകയാണ് ഇതിൻ്റെ ഇടയിലോട്ട്. അപ്പോൾ എന്ത് ചെയ്യാം? ആദ്യം ആ നോഡ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ആ നോഡ് ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് ഡേറ്റയൊക്കെ നമ്മൾ എടുത്ത് വയ്ക്കണം. ആ പ്രോസസ്സ് ആദ്യം അങ്ങ് ചെയ്യാം. അപ്പോൾ എ ന്യൂ നോഡ് ഈസ് ക്രിയേറ്റഡ് ആൻഡ് ദ അഡ്രസ് ഈസ് സ്റ്റോർഡ് ഇൻ ടെമ്പ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ എടുത്ത് വയ്ക്കുക. എന്നിട്ട് നമ്മൾ ആ പുതിയ നോഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അഡ്രസ്സ് എടുത്ത് ടെമ്പിനകത്തോട്ട് അങ്ങ് വയ്ക്കും. A new node is created and the address is stored in temp.
ഒരു പുതിയ നോഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അഡ്രസ്സ് എടുത്ത് എവിടെ വെച്ചു? ടെമ്പിനകത്ത് വെച്ചു. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പുതിയ നോഡിൻ്റെ അഡ്രസ്സ് ടെമ്പിനകത്ത് ഇരിപ്പുണ്ട്. എന്നിട്ട് നമ്മൾ ആ നോഡിനകത്തേക്ക് നമ്മുടെ ഡേറ്റയും ലിങ്കും ഒക്കെ ഫില്ല് ചെയ്യും. അപ്പം ഡേറ്റ ഞാനിപ്പോൾ 48 എടുത്ത് വെച്ചു, ലിങ്ക് നള്ളെന്നും വച്ചു. അപ്പോൾ പുതിയ ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യുക, അതിനകത്തോട്ട് ഡേറ്റ എടുത്ത് വയ്ക്കുക, അതിൻ്റെ അഡ്രസ്സ് എടുത്ത് ടെമ്പിനകത്തോട്ട് വയ്ക്കുക. ഇത്രയാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തത്. അപ്പോൾ നമ്മൾ ഈ പുതുതായി ക്രിയേറ്റ് ചെയ്ത നോഡ് നമ്മുടെ ലിങ്ക് ലിസ്റ്റിൻ്റെ ഏതോ ഒരു പൊസിഷനിലോട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മളിവിടെ ഇൻസേർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഈ ലിങ്ക് ലിസ്റ്റ് 25, 34, 17 എന്ന് പറയുന്ന ലിങ്ക് ലിസ്റ്റ് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ലിങ്ക് ലിസ്റ്റിൻ്റെ 34നും 17നും ഇടയിലായി നമ്മൾ നമ്മുടെ പുതിയ നോഡിനെ ഇൻസേർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് വരേണ്ടത്, 34നും 17നും ഇടയിൽ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ, ഏതൊക്കെ നോഡിൻ്റെ ഇടയിലാണ് വരേണ്ടത്? 34ൻ്റെയും 17ൻ്റെയും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇത് വരുമ്പോൾ 34 എന്ന് പറയുന്നത് പ്രീവിയസ് നോഡും 17 എന്ന് പറയുന്നത് നെക്സ്റ്റ് നോഡുമാണ് അല്ലേ? അപ്പോൾ പ്രീ നോഡും പോസ്റ്റ് നോഡെന്നും പറഞ്ഞ് 2 പോയിൻ്ററുകൾ എടുക്കും. എന്നിട്ട് അതിനകത്തോട്ട് എന്ത് ചെയ്യും? പ്രീ നോഡ് ഏതാ? 34. അതിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് ഏതാ? അതിൻ്റെ അഡ്രസ്സ് എത്രയാടെ? 2300. അതെടുത്ത് പ്രീ നോഡിനകത്ത് വയ്ക്കും. ഇനി ഈ 3000 എന്ന് പറയുന്നത് 17ൻ്റെ അഡ്രസ്സാണ്, അതെടുത്ത് പോസ്റ്റ് നോഡിനകത്തും വയ്ക്കും. അതായത് നമുക്ക് ഏത് പൊസിഷനിലാണോ എലമെൻ്റ് ഇൻസേർട്ട് ചെയ്യേണ്ടത്, ആ നോഡിന് തൊട്ട് മുമ്പുള്ള നോഡും അത് കഴിഞ്ഞ് വരുന്ന നോഡും. അപ്പം 34ഉം 17ഉം, ആ 34ൻ്റെയും 17ൻ്റെയും അഡ്രസ്സുകൾ എടുത്ത് പ്രീ നോഡെന്നും പോസ്റ്റ് നോഡെന്നും പറഞ്ഞ് 2 പോയിൻ്ററിനകത്തോട്ട് വയ്ക്കും. അപ്പോൾ ഇവിടെ ഇപ്പോൾ 25, 34, 17 ഉണ്ടായിരുന്നു. 34നും 17നും ഇടയിലാണ് നമ്മൾ പുതുതായി ക്രിയേറ്റ് ചെയ്യുന്ന നോഡ് വരേണ്ടത്. അപ്പം 34ൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് പ്രീ നോഡിലേക്ക് പോകും, 17ൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് പോസ്റ്റ് നോഡിലേക്ക് പോകും. ക്ലിയർ ആയോ? അതത്രയും എടുത്ത് വയ്ക്കും. അപ്പം നേരത്തെ നമ്മൾ നോഡ് ക്രിയേറ്റ് ചെയ്ത് വെച്ച സ്ഥലത്ത് പ്രീ നോഡിനകത്തും പോസ്റ്റ് നോഡിനകത്തും ഡേറ്റ ഉണ്ട്. ഇപ്പം പ്രീ നോഡിൽ നമ്മൾ നോഡ് ഇൻസേർട്ട് ചെയ്യേണ്ട പൊസിഷന് തൊട്ട് മുമ്പുള്ള നോഡിൻ്റെ അഡ്രസ്സും ഇൻസേർട്ട് ചെയ്തതിന് ശേഷം വരുന്ന നോഡിൻ്റെ അഡ്രസ്സും എവിടെ ഇരിപ്പുണ്ട്? പ്രീ നോഡിനകത്തും പോസ്റ്റ് നോഡിനകത്തും ഉണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ ഇടയിലല്ലേ നമ്മുടെ നോഡ് വരേണ്ടത്? അപ്പം നമ്മുടെ നോഡിൻ്റെ ലിങ്ക് പാർട്ട് ആണ് ഇതിൻ്റെ തൊട്ട് മുമ്പിലുള്ള നോഡിൻ്റെ ലിങ്കിൽ വരേണ്ടത്. നമ്മുടെ നോഡിൻ്റെ അഡ്രസ്സാണ് നമ്മുടെ നോഡിൻ്റെ തൊട്ട് മുമ്പുള്ള നോഡിൻ്റെ ലിങ്ക് പാർട്ടിൽ വരേണ്ടത്. അപ്പോൾ തൊട്ട് മുമ്പുള്ള നോഡ് എങ്ങനെ കണ്ടുപിടിക്കും? അതാണ് പ്രീ നോഡിലിരിക്കുന്നത് അല്ലേ? അപ്പോൾ ആ പ്രീ നോഡിലിരിക്കുന്ന അഡ്രസ്സിൻ്റെ ആ കണ്ടൻറ്റ്, ആ നോഡിൻ്റെ ലിങ്കിലോട്ട് നമ്മുടെ നോഡിൻ്റെ അഡ്രസ്സ് എടുത്ത് വെച്ച് കൊടുക്കും. നമ്മളെ നോഡ് എവിടെയാണോ വരേണ്ടത് അതിന് തൊട്ട് മുമ്പുള്ള നോഡിൻ്റെ ലിങ്ക് നമ്മുടെ നോഡിൻ്റെ അഡ്രസ്സ് ആവണം, അതല്ലേ വേണ്ടത്? അപ്പം നമ്മുടെ നോഡിൻ്റെ അഡ്രസ്സ് എന്ത് ചെയ്യണം? എടുത്ത് നമ്മുടെ തൊട്ട് മുമ്പുള്ള നോഡിൻ്റെ ലിങ്കിലോട്ട് വയ്ക്കണം. നമ്മുടെ നോഡിൻ്റെ അഡ്രസ്സ് നമുക്കറിയാം, അത് ടെമ്പിലിരിപ്പുണ്ട്. ആ ടെമ്പിലിരിക്കുന്ന അഡ്രസ്സ് എടുത്ത് തൊട്ട് മുമ്പിലത്തെ നോഡ് എങ്ങനെ അറിയാം? അത് പ്രീ നോഡിലിരിപ്പുണ്ട് അതിൻ്റെ അഡ്രസ്സ്. ആ അഡ്രസ്സ് വെച്ച് ആ നോഡ് കണ്ടുപിടിച്ച് ആ നോഡിൻ്റെ ലിങ്ക് പാർട്ടിലോട്ട് നമ്മുടെ ടെമ്പിലിരിക്കുന്ന എടുത്ത് വയ്ക്കും. അപ്പോൾ ഇപ്പം നമ്മുടെ നോഡ് ഇതുമായിട്ട് ലിങ്കായി. ഇനി നമ്മുടെ നോഡിൻ്റെ തൊട്ടടുത്ത നോഡുമായിട്ട് ലിങ്ക് ചെയ്യിക്കണം. അതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ ഇപ്പം നമ്മൾ എന്താ ചെയ്തത്? നമ്മുടെ നോഡിനെ നമ്മുടെ പ്രീവിയസ് നോഡുമായിട്ട് ലിങ്ക് ചെയ്യിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ നോഡിൻ്റെ അഡ്രസ്സിനെ നമ്മുടെ തൊട്ട് പ്രീവിയസ് നോഡിൻ്റെ അഡ്രസ്സിൻ്റെ ലിങ്ക് പാർട്ടിലോട്ട് വയ്ക്കണം. അപ്പോൾ തൊട്ട് മുമ്പിലത്തെ നോഡ് എങ്ങനെ അറിയും? അത് പ്രീ നോഡിനകത്ത് ഇരിപ്പുണ്ട്. ആ പ്രീ നോഡ് വെച്ചാൽ നോഡ് കണ്ടുപിടിച്ചിട്ട് ആ നോഡിൻ്റെ ലിങ്കിലോട്ട് നമ്മുടെ നോഡിൻ്റെ അഡ്രസ്സ് എവിടെ ഇരിപ്പുണ്ട്? നമ്മൾ നേരത്തെ ടെമ്പിനകത്തോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, അതെടുത്ത് ഇങ്ങോട്ട് വയ്ക്കും. ക്ലിയർ? ഇനി അടുത്തൊരു സ്റ്റെപ്പാണ് നമ്മൾ മൂന്നാമത്തെ അത് കഴിഞ്ഞ് വരുന്ന നോഡിനെ കൂടെ ലിങ്ക് ചെയ്യണം. അതെങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. അപ്പോൾ ഇത് കഴിഞ്ഞ് വരുന്ന നോഡിനെ ലിങ്ക് ചെയ്യണം.
അതെവിടെ ഇരിപ്പുണ്ട്? ഇത് കഴിഞ്ഞു വരുന്ന നോഡിൻ്റെ അഡ്രസ്സ് അത് പോസ്റ്റ് നോഡിൽ ഇരിപ്പുണ്ട്. അപ്പോൾ പോസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സാണ് നമ്മുടെ നോഡിൻ്റെ ലിങ്കിലോട്ട് വരേണ്ടത്. അപ്പോൾ ആ പോസ്റ്റ് നോഡിൽ ഇരിക്കുന്ന അഡ്രസ്സ് എടുത്തുകൊണ്ട് വന്നിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ ഏതിലേക്ക് വരണം? നമ്മുടെ നോഡിൻ്റെ ലിങ്കിലേക്ക് വരണം. അപ്പോൾ അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് നോഡെന്ന് പറയുന്നത് എവിടെ ഇരിപ്പുണ്ട്? പോസ്റ്റ് നോഡിൽ ഇരിപ്പുണ്ട്. അത് കോപ്പീഡ് ടു ദ ലിങ്ക് പാർട്ട് ഓഫ് ദ ന്യൂ നോഡ്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന നോഡിൻ്റെ ലിങ്ക് പാർട്ടിലോട്ട് ആ പോസ്റ്റ് നോഡിൽ ഇരിക്കുന്ന അഡ്രസ്സ് എടുത്തുകൊണ്ട് വന്ന് വെച്ചു കൊടുക്കും. അപ്പം അടുത്ത നോഡുമായിട്ട് ലിങ്ക് ചെയ്തല്ലോ. അപ്പോൾ ഈ രണ്ട് ഓപ്പറേഷനും കഴിയുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ആവും ഇത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്ത് കഴിയുമ്പം നമ്മുടെ ലിങ്ക് ലിസ്റ്റ് ഇങ്ങനെ ആവും. 25, 34, 17 ആയിരുന്ന ലിങ്ക് ലിസ്റ്റിൻ്റെ 34-നും 17-നും ഇടയിൽ നമ്മൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത 48 എന്ന് പറയുന്ന നോഡ് വരും. അപ്പോൾ ആ 48 എന്ന് പറയുന്ന നോഡ് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ലിങ്ക് ചെയ്ത് നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു എലമെൻറ്റിനെ നമ്മുടെ ഡാറ്റാ സ്ട്രക്ചറിൻ്റെ, അതായത് ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുന്ന ഡാറ്റാ സ്ട്രക്ചറിൻ്റെ ഏതെങ്കിലും ഇടയ്ക്കുള്ളൊരു പൊസിഷനിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് അതിൻ്റെ അൽഗോരിതം നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ എന്തായിരുന്നു ചെയ്ത? ക്രിയേറ്റ് എ നോഡ് ആൻഡ് സ്റ്റോർ ദ അഡ്രസ് ഇൻ ടെമ്പ്. നോഡ് ക്രിയേറ്റ് ചെയ്യുക, അഡ്രസ്സ് എടുത്ത് എവിടെ വയ്ക്കുക? ടെമ്പിൽ വയ്ക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പിലോ? സ്റ്റോർ ദ ഡാറ്റ ആൻഡ് ലിങ്ക് പാർട്ട് ഓഫ് ദിസ് നോഡ് യൂസിങ് ടെമ്പ്. ആദ്യം ആ ഡാറ്റ എടുത്തുകൊണ്ടുവന്ന് അതിനകത്ത് വയ്ക്കണം. ലിങ്ക് പാർട്ട് ആൻഡ് ലിങ്ക് പാർട്ട് ഓഫ് ദ നോഡ് യൂസിങ് ടെമ്പ്. ഇത് രണ്ടും ആ അഡ്രസ്സ് എടുത്തു, ആ അഡ്രസ്സ് നോക്കി അതിൻ്റെ ഡാറ്റയും ലിങ്കും എടുത്തുകൊണ്ട് വയ്ക്കുക. ഒബ്റ്റെയിൻ ദ അഡ്രസ് ഓഫ് ദ നോഡ്സ് അറ്റ് പൊസിഷൻസ്. നമുക്ക് വേണ്ട പൊസിഷന് തൊട്ട് മുമ്പുള്ളതും അതിന് ശേഷമുള്ളതും, പൊസിഷൻ -1-ഉം പൊസിഷൻ +1-ഉം, ഇൻ ദ പോയിൻറ്റേഴ്സ് പ്രീ നോഡ് ആൻഡ് പോസ്റ്റ് നോഡ് റെസ്പെക്റ്റീവ്ലി വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ട്രാവേഴ്സൽ ഓപ്പറേഷൻ. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പുള്ളതും തൊട്ട് ശേഷമുള്ളതും മൂന്നാമത്തെ പൊസിഷനിലാണ് നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടതെങ്കിൽ 2-ലും 4-ലും കിടക്കുന്ന നോഡുകളുടെ അഡ്രസ്സ് കണ്ടുപിടിക്കും. എന്നിട്ടത് പ്രീ നോഡിനകത്തും പോസ്റ്റ് നോഡിനകത്തും കൊണ്ടുവന്ന് വയ്ക്കും. ഇതെങ്ങനെ അഡ്രസ്സ് കണ്ടുപിടിക്കും? ട്രാവേഴ്സൽ ഓപ്പറേഷൻ നടത്തി നോക്കിയാൽ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി കോപ്പി ദ കണ്ടൻറ്റ് ഓഫ് ദ ടെമ്പ്, അതായത് നമ്മൾ ഇപ്പോഴത്തെ നോഡിൻ്റെ അഡ്രസ്സ്, അതാണ് ടെമ്പിലിരിക്കുന്നത്. കോപ്പി ദ കണ്ടൻറ്റ് ഓഫ് ദ ടെമ്പ് ഇൻറ്റു ദ ലിങ്ക് പാർട്ട് ഓഫ് ദ നോഡ് പൊസിഷൻ -1. അപ്പം പൊസിഷൻ -1-ൽ കിടക്കുന്ന നോഡിൻ്റെ ലിങ്ക് പാർട്ടിലോട്ട് നമ്മുടെ ടെമ്പിലിരിക്കുന്ന കണ്ടൻറ്റ് എടുത്തുകൊണ്ട് വയ്ക്കണം. പൊസിഷൻ -1-ലുള്ളത് എങ്ങനെ കിട്ടും? പ്രീ നോഡ് വഴി കിട്ടും, ഇല്ലേ? അപ്പോൾ അതിലോട്ട് നമ്മുടെ കണ്ടൻറ്റ് എടുത്തുകൊണ്ട് വയ്ക്കണം. നമ്മുടെ ഇതിൻ്റെ ലിങ്ക് എടുത്തുകൊണ്ട് വയ്ക്കണം. ഇനി അവസാനത്തത് ലിങ്ക് ചെയ്യണം. കോപ്പി ദ കണ്ടൻറ്റ് ഓഫ് ദ പോസ്റ്റ് നോഡ് അറ്റ് പൊസിഷൻ POS +1. അതായത് പോസ്റ്റ് നോഡ് എന്ന് പറയുന്നത് POS +1-ലുള്ളതാണ്. അത് നമ്മുടെ നോഡിൻ്റെ ലിങ്ക് പാർട്ടിലോട്ട് കൊണ്ടുവരണം. അതാണ് അടുത്ത നോഡിനെ ലിങ്ക് ചെയ്യിക്കാനുള്ള പരിപാടി. അപ്പോൾ 2 നോഡ്, പ്രീവിയസ് നോഡിനെ ലിങ്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? പ്രീ നോഡിൻ്റെ അഡ്രസ്സ് ഏതാണോ അതെടുത്ത് നമ്മുടെ അതിൻ്റെ ലിങ്ക് പാർട്ടി കൊണ്ടുവരും. അപ്പോൾ കണ്ടൻറ്റ് ഓഫ് ദ ടെമ്പ് നമ്മുടെ നോഡിൻ്റെ ലിങ്കിലോട്ട് കോപ്പി ചെയ്താൽ എന്ത് സംഭവിക്കും? അതായത് നിങ്ങൾക്കൊരു എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യണം. എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ തൊട്ട് മുമ്പും തൊട്ട് ശേഷവും ഉള്ളതാണ് നമുക്ക് ലിങ്ക് ചെയ്യേണ്ടത്. തൊട്ട് മുമ്പുള്ളത് എങ്ങനെ കണ്ടുപിടിക്കും? പ്രീ നോഡിൽ കാണും. അപ്പോൾ തൊട്ട് മുമ്പുള്ള പ്രീ നോഡിൻ്റെ ലിങ്കിലോട്ട് നമ്മുടെ അതിൻ്റെ അഡ്രസ്സ് എടുത്ത് വെച്ച് കൊടുക്കും. നമ്മുടെ അതിൻ്റെ അഡ്രസ്സ് എവിടെ കാണും? നമ്മുടെ അതിൻ്റെ അഡ്രസ്സ് ടെമ്പിൽ കാണും. അപ്പോൾ അത് ക്ലിയറായി. ഇനി ഇതിന് ശേഷമുള്ള നോഡ് ലിങ്ക് ചെയ്യണം. എന്ത് സംഭവിക്കും? നമ്മുടെ നോഡിൻ്റെ ലിങ്കിലോട്ട് തൊട്ടടുത്തതിൻ്റെ അഡ്രസ്സ് എവിടെ കാണും? പോസ്റ്റ് നോഡിൽ കാണും. ആ പോസ്റ്റ് നോഡിൽ ഇരിക്കുന്ന അഡ്രസ്സ് എടുത്ത് നമ്മുടെ അതിൻ്റെ ലിങ്കിൽ കൊണ്ടുവച്ചാൽ എന്ത് ചെയ്യും? നമ്മുടെ അടുത്ത നോഡുമായിട്ടും ലിങ്ക് ചെയ്യും. ഇതാണ് ഇൻസേർഷനുള്ള അൽഗോരിതം. അടുത്തത് ഡിലീഷൻ ഓപ്പറേഷനാണ്. ഒരു ലിങ്ക് ലിസ്റ്റിനകത്ത് നിന്ന് എങ്ങനെ ഡിലീറ്റ് ചെയ്യാന്നുള്ളത്. ഡിലീഷൻ ഓഫ് ആൻ ഐറ്റം ഫ്രം എ ലിങ്ക് ലിസ്റ്റ് is the process of removing a node from the list. The position of the node to be removed will be given. അതായത് ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ നിന്ന് ഒരു എലമെൻറ്റിനെ എന്ത് ചെയ്യണം?
ഡിലീറ്റ് ചെയ്യണം. ദ പൊസിഷൻ ഓഫ് ദ നോഡ് ടു ബി റിമൂവ്ഡ് വിൽ ബി ഗിവൺ. നമ്മുടെ റിമൂവ് ചെയ്യേണ്ടതിൻ്റെ പൊസിഷൻ നമുക്ക് എന്ത് ചെയ്യും, തരും. അപ്പോൾ നമ്മൾ ഇൻസ്റ്റെഡ് ഓഫ് ദിസ്, if the data item is given, the node containing the item is to be searched and it is position to be noted. അപ്പോൾ ചിലപ്പോൾ പൊസിഷൻ നമ്പർ തന്നെ തരും, ഡിലീറ്റ് ചെയ്യേണ്ടത് എവിടെ നിന്നാണ് എന്ന് തരും. ചിലപ്പോൾ എന്ത് തരും, ഡിലീറ്റ് ചെയ്യേണ്ട ഐറ്റം തരും. അങ്ങനെ ഡിലീറ്റ് ചെയ്യേണ്ട ഐറ്റം തന്നാൽ ചെയ്യണം, അതിനെ ട്രാവൽ ചെയ്ത് ആ നോഡ് എവിടെയാണെന്ന് കണ്ടുപിടിച്ച് അതിൻ്റെ പൊസിഷൻ എടുക്കും. ക്ലിയർ? Then we apply the steps for removal operation. Any node can be removed from a linked list. To remove the first node, we have to copy the content of the link part of the first node to start. Last node ആണ് ചെയ്യുന്നതെങ്കിലോ, the last node can be removed by assigning the null value to the link part of the second last node. അപ്പോൾ ആദ്യത്തെ നോഡാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ല ഡിലീറ്റ് ചെയ്യുന്നത്. എന്ത് ചെയ്യും, ആദ്യത്തെ നോഡാണ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ആദ്യത്തെ നോഡിൻ്റെ ലിങ്ക് ഉണ്ടല്ലോ, അത് രണ്ടാമത്തെ നോഡിലോട്ടായിരിക്കുമല്ലോ ലിങ്ക് ചെയ്യുന്നത്. ആ രണ്ടാമത്തെ നോഡിൻ്റെ അഡ്രസ്സ് എടുത്തങ്ങ് സ്റ്റാർട്ടിൽ കൊണ്ടുവച്ചാൽ പോരെ, അപ്പോൾ ആദ്യത്തെ നോഡ് അങ്ങ് പോകൂലേ. സ്റ്റാർട്ടിൽ കൊണ്ടുവന്ന് രണ്ടാമത്തെ നോഡിൻ്റെ അഡ്രസ്സ് വെച്ചാൽ രണ്ടാമത്തെ നോഡ് മുതൽ തുടങ്ങുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ രണ്ടാമത്തെ നോഡ് മുതൽ തുടങ്ങിയാൽ ആദ്യത്തെ നോഡില്ല, അപ്പോൾ അത് ഡിലീറ്റ് ആയില്ലേ. ഇനി അവസാനത്തെ നോഡാണ് ഡിലീറ്റ് ചെയ്യേണ്ടതെങ്കിലോ, അവസാനത്തെ നോഡ് ഡിലീറ്റ് ചെയ്യുന്നെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള നോഡിൻ്റെ ലിങ്കിലോട്ട് നള്ളെടുത്ത് വെച്ചാൽ മതി. അപ്പോൾ പിന്നെ അവസാനത്തെ നോഡും അങ്ങ് പോകും. നേരത്തെ പോലെ ഇതിൻ്റെ ഇടയിലുള്ള ഒരു നോഡാണ് ഡിലീറ്റ് ചെയ്യേണ്ടതെങ്കിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ നേരത്തെ 48 എന്ന് പറയുന്ന ഒരു നോഡും കൂടെ ഇൻസേർട്ട് ചെയ്ത് 4 എലമെൻറ്റുകളുള്ള ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചല്ലോ, അതിൽ നിന്നാണ് നമ്മൾ ഡിലീഷൻ ഓപ്പറേഷൻ നടത്താൻ പോകണം. അപ്പോൾ ഇപ്പോൾ ഈ ലിങ്ക് ലിസ്റ്റ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്, 4 നോഡുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ നേരത്തെ പോലെ തന്നെ അപ്പോഴും ക്രിയേറ്റ് ചെയ്ത 48 ഇപ്പോഴും എന്ത് ചെയ്യാൻ പോവുകയാണ്, ഡിലീറ്റ് ചെയ്ത് കളയാൻ പോവുകയാണ്. അപ്പം 48 മുമ്പുള്ളതിൻ്റെ അഡ്രസ്സും 48 ശേഷമുള്ളതിൻ്റെ അഡ്രസ്സും, 48 മുമ്പുള്ള നോഡിൻ്റെ അഡ്രസ്സ് എവിടെ കാണും, അതിന് തൊട്ട് മുമ്പലത്തെ നോഡിൻ്റെ ലിങ്കിൽ കാണും ഇല്ലേ. 48 ശേഷമുള്ളതിൻ്റെ അഡ്രസ്സോ 48 ലിങ്കിലും കാണും ഇല്ലേടേ. ഇവിടെ 34 എന്ന് പറയുന്ന നോഡിൻ്റെയും 17 എന്ന് പറയുന്ന നോഡിൻ്റെയും അഡ്രസ്സാണ് നമുക്ക് വേണ്ടത്. 34 എന്ന് പറയുന്ന നോഡിൻ്റെ 34 ഡേറ്റ ഉള്ള നോഡിൻ്റെ അഡ്രസ്സ് എവിടെ കാണും, 25 നോഡിൻ്റെ ലിങ്കിൽ കാണും. 17 അഡ്രസ്സ് 48 തന്നെ ലിങ്കിൽ കാണും. അപ്പോൾ ആ 25 ലിങ്കിലുള്ള അഡ്രസ്സ് എടുത്ത് പ്രീ നോഡിലോട്ടും 48 ലിങ്കിലുള്ള അഡ്രസ്സ് എടുത്ത് പോസ്റ്റ് നോഡിലോട്ടും വയ്ക്കും. ഈ 2 അഡ്രസ്സ് ഏതൊക്കെയാണ്, ഈ 48 എന്ന് പറയുന്ന നോഡിന് തൊട്ട് മുമ്പുള്ള നോഡിൻ്റെയും അതിന് ശേഷം വരുന്ന നോഡിൻ്റെയും അഡ്രസ്സുകളാണ്. അത് രണ്ടും എടുത്ത് പ്രീ നോഡിലോട്ടും പോസ്റ്റ് നോഡിലോട്ടും വയ്ക്കും. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, അപ്പം നമുക്ക് നമ്മുടെ ഡിലീറ്റ് ചെയ്യേണ്ട നോഡിൻ്റെ തൊട്ട് മുമ്പിലത്തെ നോഡ് നമുക്കറിയാം, അതിൻ്റെ അഡ്രസ്സ് എവിടെ ഇരിപ്പുണ്ട്, പ്രീ നോഡിനകത്ത് ഇരിപ്പുണ്ട്. ആ പ്രീ നോഡിൻ്റെ അഡ്രസ്സ് ഉപയോഗിച്ചുകൊണ്ട് ആ നോഡ് കണ്ടെത്തിയിട്ട് ആ നോഡിൻ്റെ ലിങ്ക് പാർട്ടിലോട്ട് നമ്മുടെ പോസ്റ്റ് നോഡിൽ ഇരിക്കുന്ന അഡ്രസ്സ് അങ്ങെടുത്ത് വയ്ക്കുന്നു എന്ന് വിചാരിക്കുക. നമ്മളെന്താ ചെയ്ത്, നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടതിൻ്റെ തൊട്ട് മുമ്പുള്ള നോഡിൻ്റെ ലിങ്കിലോട്ട് നമ്മൾ പോസ്റ്റ് നോഡിൽ ഇരിക്കുന്ന അഡ്രസ്സ് എടുത്ത് അങ്ങോട്ട് വെച്ച്. അപ്പോൾ നമുക്ക് തൊട്ട് മുമ്പുള്ള നോഡ് ഇപ്പോൾ പോയിൻ്റ് ചെയ്തിരിക്കുന്നത് എങ്ങോട്ടായിരിക്കും, നമുക്ക് തൊട്ട് ശേഷമുള്ള നോഡിലോട്ടാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ, നമ്മുടെ നോഡ് ഇതിൽ നിന്ന് പോയി, നമ്മുടെ തൊട്ട് മുമ്പുള്ള നോഡിനെ നമുക്ക് തൊട്ട് ശേഷമുള്ള നോഡിലേക്ക് പോയിൻ്റ് ചെയ്യിച്ചു കൊടുത്തു. അപ്പോൾ എന്ത് സംഭവിച്ചു, നമ്മുടെ തൊട്ട് മുമ്പിലത്തെ നോഡ് കഴിഞ്ഞാൽ നമ്മുടെ തൊട്ട് ശേഷമുള്ള നോഡ് വരും. നമ്മളുണ്ടാവുമോ അതിനകത്ത്, ഇല്ല. അപ്പോൾ നമ്മൾ 3 നോഡുള്ള ഒരു ലിങ്ക്ഡ് ലിസ്റ്റായി മാറും. ക്ലിയറായ? അപ്പോൾ ഇപ്പോൾ 25, 34, 17 ഉള്ളൂ. അപ്പോൾ ഇനി അതിൻ്റെ അൽഗോരിതം നമുക്ക് നോക്കാം. Obtain the address of the nodes at position POS-1, POS+1. നമ്മൾ തൊട്ട് മുമ്പുള്ളതും തൊട്ട് ശേഷമുള്ളതിൻ്റെയും അഡ്രസ്സുകൾ നമ്മൾ പ്രീ നോഡിനകത്തും പോസ്റ്റ് നോഡിനകത്തും എടുത്തു വയ്ക്കും വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ട്രാവേഴ്സൽ ഓപ്പറേഷൻ. ട്രാവേഴ്സൽ ഓപ്പറേഷൻ്റെ സഹായത്തോടു കൂടി പൊസിഷൻ -1 പൊസിഷൻ +1 നമ്മുടെ പോയിൻറ്റേഴ്സ് പ്രീ നോഡും പോസ്റ്റ് നോഡും റെസ്പെക്റ്റീവ്ലി, അതായത് പ്രീ നോഡിലോട്ടും പോസ്റ്റ് നോഡിലോട്ടും നമ്മുടെ തൊട്ട് മുമ്പുള്ളതും തൊട്ട് ശേഷമുള്ളതുമായിട്ടുള്ള അഡ്രസ്സുകൾ എടുത്തു വയ്ക്കും.
കോപ്പി ദ കണ്ടന്റ് ഓഫ് ദ പോസ്റ്റ് നോഡ്, അതായത് അഡ്രസ് ഓഫ് ദ നോഡ് അറ്റ് പൊസിഷൻ POS +1 ഇൻറ്റു ദ ലിങ്ക് പാർട്ട് ഓഫ് ദ നോഡ് പൊസിഷൻ. അതായത് നമുക്ക് തൊട്ട് മുമ്പുള്ളതിൻ്റെ അഡ്രസ്സ് എടുത്ത് നമുക്ക് നമ്മളെ തൊട്ട് ശേഷം വരുന്നതിൻ്റെ അഡ്രസ്സ് എടുത്ത് തൊട്ട് മുമ്പുണ്ടായിരുന്ന നോഡിൻ്റെ ലിങ്ക് പാർട്ടിലോട്ട് വയ്ക്കും. അതായത് POS +1ൻ്റെ അഡ്രസ്സ് എടുത്ത് POS -1ൻ്റെ ലിങ്കിലോട്ട് വയ്ക്കും. അപ്പോൾ നമ്മുടെ നോഡ് എന്ത് ചെയ്യും? ഫ്രീ ആവും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിനകത്ത് ഡിലീഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്.